ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. നെവിനും അനുവും തമ്മിൽ വഴക്ക് കൂടുന്ന, ഫുഡിന് വേണ്ടിയിട്ട് വഴക്ക് കൂടുന്ന ഒരു പ്രൊമോ. അപ്പോൾ എന്തോ പ്ലേറ്റിനകത്ത് ഈ നെവിൻ എന്തോ ഒരു ഫുഡ് എടുത്തുകൊണ്ട്, ചപ്പാത്തി കണ്ടാന്ന് തോന്നുന്നു, ഇവൻ എന്തൊക്കെയോ ഇങ്ങനെ മാവ് വെച്ച് കുഴച്ച് ചുട്ട് തിന്നുമല്ലോ. അപ്പോൾ എന്തോ ഒരു സാധനമാണ്. അപ്പം നൂറ വന്നിട്ട് പറയുന്നുണ്ട്, നൂറ അത് പിടിച്ചു മേടിക്കാൻ നോക്കുന്നുണ്ട്. നൂറ പറയുന്നുണ്ട് ഇവനിക്ക് മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അനു അത് തിരിച്ചു മേടിക്കുന്ന സമയത്ത് തട്ടിപ്പറിച്ച് അവൻ പിടിച്ചു വലിക്കുന്ന സമയത്ത്, നെവിൻ പിടിച്ചു വലിക്കുന്ന സമയത്ത് അത് തറയിൽ പോകുന്നുണ്ട്. അങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് ഭയങ്കര ബഹളമാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സീസൺ തുടങ്ങിയിട്ട് ഇതുവരെ ഇവിടെ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ള കാര്യം ഫുഡിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയി കിടക്കുന്ന കുറേ ടീമുകൾ, ബിഗ് ബോസ് വീട്ടിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം പോയി കിടക്കുന്ന കുറേ ടീമുകൾ. അതിൽ ഏറ്റവും വലിയ കഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ്റെ കാര്യമാണ്. ഇത് ഉറപ്പായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട ചോദിക്കാതിരിക്കത്തില്ല. ഇത് ചോദിക്കും എന്നതിൽ 100% ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഈ വരുന്ന വീക്കെൻഡിൽ ലാലേട്ടൻ്റെ വായിരിക്കുന്ന കേൾക്കാനുള്ള വകുപ്പുകളൊക്കെ നെവിൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് മുമ്പേ ചോദിക്കണമായിരുന്നു. നെവിനെ ഒന്ന് കഴിഞ്ഞ് വിട്ട് കളഞ്ഞു. കാരണം ഇതിനു മുമ്പും വെച്ച് കഴിഞ്ഞാൽ നെവിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വെറുത്ത് പണ്ടാരം ഉടങ്ങിപ്പോകും. ഇവൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും വെറുത്തിരിക്കേണ്ടി വരും. ആ രീതിയിലുള്ള എക്സ്പ്രഷനാണ്. നേരത്തെ ഒരുപാട് ഇങ്ങനെയുള്ള ഈ അഗ്രസീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നെവിൻ ചെയ്തിട്ടുണ്ട്. കത്തിയെടുത്ത് വെച്ച് ഇങ്ങനെ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്, രാവുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇത് ഒരാളെ നാവ് അരിയും എന്നൊക്കെ പറഞ്ഞിട്ട്, ഷാനവാസിൻ്റെ നാവ് അരിയും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് മുമ്പേ നെവിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബിഗ് ബോസ് ടീമോ അല്ലെങ്കിൽ ലാലേട്ടനോ ചോദിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. കാരണം ഇത് ഓവറായിക്കൊണ്ടിരിക്കും. ഇപ്പം ഇതിൽ തന്നെ അനുവിനെ ഒരു ഫിസിക്കൽ അസാൾട്ട് ചെയ്യുന്ന രീതിയിൽ പിടിച്ച് തള്ളയൊക്കെ ചെയ്യുന്നുണ്ട്. പുറവിലൂടെ ചെന്നിട്ട് നല്ല രീതിയിൽ തള്ളുന്നുണ്ട്. അനു അവിടെ വീഴാൻ ശ്രമിക്കുന്നുണ്ട്, വീഴാൻ പോകുന്നുണ്ട്. നമുക്ക് ആ പ്രൊമോ കാണുമ്പോൾ തന്നെ അറിയാം, പുറവിലോട്ട് ചെന്നിട്ട് തള്ളാൻ പോകുമ്പം അനു അവിടെ വീഴാനായിട്ട് പോകുന്നു. എന്നിട്ട് ഫുഡൊക്കെ വലിച്ചെറിയാനായിട്ട് പോകുന്നു. ഫുഡ് അല്ല, കുതിരയ്ക്കകത്തുള്ള ദിലീപ് കടന്ന് വിളിക്കത്തില്ലേ ഫുഡ് എന്ന് പറഞ്ഞിട്ട്. എന്തു വാടേത്! സത്യം പറഞ്ഞാൽ ഇതുപോലൊരു വെറുപ്പീര് ക്യാരക്ടർ ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായി കാണത്തില്ല. സത്യം പറയുവാണ്. എന്തോ വാടേ! സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, ഇത് ലാലേട്ടം വരുന്ന സമയത്ത് ഇത് ചോദിക്കാൻ വേണം. നല്ല രീതിയിൽ ഒരു ഡോസ് കൊടുക്കണം. ഇവന് ഡോസിന്റെ ആവശ്യമുണ്ട്. കാരണം ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് മാത്രമാണ് നിവിൻ അതിനകത്ത് കളിക്കുന്നത്. എനിക്ക് തോന്നുന്നു പേടിച്ചിട്ട് വല്ല പെർഫോമൻസ് വല്ലതും കാഴ്ച വെച്ചിട്ട് വോട്ട് പിടിക്കാനുള്ള സംഭവമാണോ കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയത്തില്ല. നോമിനേഷനും ഉണ്ടല്ലോ, അപ്പം ചിലപ്പം പേടിയായി കാണും. വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാഴ്ച വെക്കാം. ഇപ്പം ഈ ആഴ്ചക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല. അതുമല്ല, എനിക്ക് പിന്നെ വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുവിനോടാണല്ലോ ഇപ്പം നിവിന് ദേഷ്യം, ഒരു വൈരാഗ്യം കൊണ്ട് നടക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും കാണിച്ച് പ്രൊവോക്ക് ചെയ്ത് കൂടെ നടന്ന് ചൊറിഞ്ഞ് അനുവിനെ കൊണ്ട്, അനു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രൊവോക്കഡ് ആവും. അപ്പം അനുവിനെ പ്രൊവോക്ക് ചെയ്തിട്ട് അനുവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഫിസിക്കൽ അസാൾട്ടായിട്ട് തള്ളുക പിടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം അത് വെച്ചിട്ട് പിന്നെ ഒരു ഗെയിം കളിച്ച് അത് വെച്ചിട്ട് പുറത്താക്കാനുള്ള പരിപാടിയാണോന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചൊറിഞ്ഞ് ആവശ്യമില്ലാതെ. ഇവൻ വേറെ ഒരു കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും ഈ നെവിൻ ഇങ്ങനെ പെരുമാറുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. ലൈവിനകത്തൊന്നും ഞാൻ കാണുന്നില്ല. അനുവിൻ്റെ അടുത്ത് മാത്രമാണ്. കാരണം ഇതെനിക്ക് തോന്നുന്നു ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം ഈ നെവിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിനകത്തുണ്ട്. ഓപ്പൺ നോമിനേഷനിനകത്തൊക്കെ നെവിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള സാബുമാനുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഈ നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരിലൊരു വൈരാഗ്യമാണ് എങ്കിൽ അത് അന്നേരം അത് ഓൾറെഡി കഴിഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ചയിലെ സംഭവമായിരുന്നു. അപ്പോൾ ഈ ആഴ്ച സാബുമാനാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ സാബുമാൻ്റെ അടുത്താണ് ദേഷ്യം തീർക്കേണ്ടത്, വൈരാഗ്യം കൊണ്ട് നടക്കേണ്ടത്. അപ്പം കഴിഞ്ഞ ആഴ്ച നോമിനേറ്റ് ചെയ്ത അനുവിൻ്റെ അടുത്തുള്ള ദേഷ്യം ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. അനുവിന് പുറത്തുള്ള സപ്പോർട്ട് കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഇപ്പം പ്രേക്ഷക പിന്തുണ കൂടുതൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ എങ്ങനെയെങ്കിലും ഈ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് പുറത്താക്കാനുള്ള പരിപാടിയാണോ നോക്കുന്നതെന്ന് ഒരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പം കാരണം എല്ലാ സീസണിനകത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു 60-70 എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക്, കാരണം പ്രേക്ഷക പിന്തുണ കൂടുതൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഒരു ഫിസിക്കൽ അസാൾട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നാറിയ പരിപാടി കാണിച്ചിട്ട് പുറത്താക്കുന്ന ഇത് നമ്മൾ കാണുന്നതാണല്ലോ. ബിഗ് ബോസിനകത്തുള്ളതാണത്.
അപ്പം ഇതും അതും അതിനു വേണ്ടിയിട്ടാണോന്നും അറിയത്തില്ല. എന്തായാലും ഇത് നെവിൻ കാണിക്കുന്നത് ഭയങ്കര മോശം പരിപാടിയാണ്. നമ്മളിപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും നെവിൻ കാണിച്ചു കൂട്ടിയിട്ടുള്ള കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും എന്തൊക്കെയാണെന്നല്ലേ. ഒരാളെ കൊണ്ട് ഒരു ഫിസിക്കൽ അസാൾട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രീതികളൊക്കെയാണ് ഈ നെവിൻ കാണിച്ചു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലേ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഈ മൂന്ന് പേരും ടാസ്ക് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സാബുവാൻ, ആര്യൻ, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള അനുമോള്, ഇവരെ ഇടയിലോട്ട് ഇവൻ കയറി പിടിച്ച് തറയിൽ കിടക്കുന്നു, കയറി പിടിച്ച് വലിക്കുന്നു, ബലം പ്രയോഗിക്കുന്നു. എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയതല്ലേ. അവിടെയും ഈ അനുവിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഈ നെവിൻ കാണിച്ചു കൂട്ടിയത്. ചിലപ്പം കാരണം ഈ അനു പെട്ടെന്ന് പ്രതികരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൊവോക്ക് ആവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാത്രമാണ് പുള്ളിക്കാരി ഇങ്ങനെ ടാർജറ്റ് ചെയ്യുവാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് കാണുന്ന ആൾക്കാർക്ക് നമുക്ക് മനസ്സിലാവും. കാരണം എന്തെങ്കിലും അനുവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സംസാരം വീണ് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രവൃത്തി വീണ് കഴിഞ്ഞാൽ ഉടനെ പിന്നെ അങ്ങോട്ട് ടാർജറ്റ് ചെയ്ത് അങ്ങോട്ട് ആ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിലുള്ളൊരു ഇതൊക്കെയാണ് നെവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് മാത്രമല്ല, എന്തൊക്കെയാണ് വായുവിനെ എന്തൊക്കെയാണ് വിളിച്ചിട്ടുള്ളത് അല്ലേ. മോന്ത പിടിച്ച് തറയിൽ വരയ്ക്കും. അതുമാത്രമല്ല പിന്നെ എന്ത് കുലസ്ത്രീ, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ. അപ്പോൾ ഇത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്തൊക്കെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അനുവിന് മോശമായിട്ടുള്ള വാക്കുകൾ, ഒരുപാട് വാക്കുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും മോശവാക്കുകൾ കേട്ട് നിൽക്കണമെങ്കിൽ അതിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ, ഇത്രയും മോശവാക്കുകളും കുത്തുവാക്കുകളും ഇതൊക്കെ കേട്ട് നിൽക്കണമെങ്കിൽ പുള്ളിക്കാരി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നെന്ന് വേണമെങ്കിൽ പറയാം. അനു ഗെയിം കളിക്കാനാണ് തോന്നുന്നത്, അല്ലാതെ ഈ വാഴകളെ പോലെ അവിടെ തിന്നാനും കുടിക്കാനും എന്തുപോലെ. സത്യം പറഞ്ഞാൽ നെവിനൊക്കെ ആണെങ്കിൽ ഒരു റെസ്പെക്റ്റ് പോലും ഇല്ല. ലാലേട്ടൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നതും. കാരണം ഈ നെവിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ നോട്ട് ചെയ്തൊരു സംഭവമുണ്ട്. ലാലേട്ടൻ ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് ഇവരെ എണ്ണിപ്പിച്ച് നിർത്തി ചോദിക്കുന്ന സമയത്ത് ഈ നെവിൻ എണ്ണിച്ചിരിക്കുന്ന സമയത്ത് നെവിൻ കാലൊക്കെ ഇട്ടില്ല ചൊറിയുന്ന പോലെ കാണിച്ചു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, എന്താ മോനെ കാലിൽ ഇതുപോലെ ഉറുമ്പ് അടിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല ലാലേട്ടാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്നത്, നേരെ നിൽക്കി, ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് നെവിൻ്റെ ടോണൊക്കെ അങ്ങോട്ട് മാറി. അതെന്താ ലാലേട്ടൻ അങ്ങനെ ഒരു ടോക്കിങ് ഇങ്ങനെ അങ്ങ് പറഞ്ഞു. ആ നെവിൻ്റെ ടോണും നെവിൻ്റെ എക്സ്പ്രഷനൊക്കെ പെട്ടെന്ന് അങ്ങ് മാറി. കാരണം നെവിൻ ഒരു ഫേക്ക് ക്യാരക്ടറായിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്ത് നിൽക്കുന്നത്. പുറത്തെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ റിയൽ ആയിട്ടുള്ളൊരു നെവിനല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നെവിൻ്റെ ഒരു ഈ പറഞ്ഞിട്ടുള്ള ദേഷ്യമൊക്കെ വന്നു കഴിഞ്ഞുണ്ടല്ലോ, വേറൊരു നെവിനെയാണ് കാണുന്നത്. ഒരു വൈരാഗ്യത്തോടു കൂടി അല്ല പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറുന്ന എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണാം. എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ, സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. ആ രീതിയിലുള്ള എക്സ്പ്രഷനാണ്. എന്തായാലും ഇവിടെ ന്യായം എനിക്ക് തോന്നുന്നു അനുമോള ഭാഗത്തും അതുപോലെ നൂറാടെ ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു പ്രൊമോ കണ്ടിട്ട്. കാരണം ഇവൻ ഫുഡ് എടുത്തുകൊണ്ട് മോഷ്ടിച്ച് കൊണ്ടുപോയി കഴിക്കുമ്പോഴത്തേക്ക് പിടിക്കുന്നതായിട്ടാണ് പ്രൊമോ കണ്ടിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തായാലും നോക്കാം, എപ്പിസോഡ് വരുമ്പം ഇവൻ എങ്ങനെ ആവും കാണിക്കുന്നതെന്നൊക്കെ നോക്കാം. അതുപോലെ ലൈവിനകത്ത് വരുമല്ലോ, ലൈവിനകത്ത് വരുമ്പോഴത്തേക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്താണ് സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഈ നെവിനെ പറ്റിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എൻ്റർടൈനറാണ്, മണ്ണാങ്കട്ടയാണ്, മാങ്ങാത്തൊലിയാന്ന് പറഞ്ഞ് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ത് കണ്ടിട്ടാണോ ഈ നെവിനൊക്കെ വോട്ട് കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടസ്റ്റൻ്റേ അല്ല ഈ നെവിൻ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.